ഇതിൽ അച്ഛനുണ്ട്, അവനതെല്ലാം കാരണക്കാരൻ അറിയാൻ സാധിച്ചു. ഇതിൽ അച്ഛനുണ്ട്, അവനതെല്ലാം കാരണക്കാരൻ അറിയാൻ സാധിച്ചു. അച്ഛന് ഇങ്ങനെ ഈ കൊച്ചിനെ ഉപദ്രവിച്ച് കാരിത്താസി പണിക്ക് പോയിട്ട് പണി കൊടുക്കരുതെന്ന് വിളിച്ചു പറഞ്ഞ് ചെല്ലുന്നിടത്തൊക്കെ ഒരേ വാതിൽ മുട്ടിക്കുമായിരുന്നു. ഒരു തങ്കം പിടിച്ചൊരു പൊന്നുമോളായിരുന്നു. പിന്നെ അവൾ ഒരുപാട് വാതിലുകളൊക്കെ മുട്ടി, എല്ലാവരും അടച്ചു പോയി. അപ്പം അത് സഹിക്കാൻ വയ്യാത്ത അന്തരീക്ഷമായിപ്പോയി. അങ്ങനെ ഞങ്ങൾക്കെല്ലാം ഹൃദയം പൊട്ടിയിരിക്കുക ഇങ്ങനൊരു സംഭവം ഉണ്ടായി. വളരെ വേദനയുണ്ട്. അവൾ പല സ്ഥലങ്ങളിലും പല ജോലിക്കും ഒക്കെ ശ്രമിച്ചതാണ്, ഒന്നും നടന്നില്ല. അത് അവളുടെ ഭർത്താവിൻ്റെ ആളുകൾ തന്നെ അത് തടസ്സപ്പെടുത്തിയെന്നാണ് ഇങ്ങനെ അറിയപ്പെടുന്നത്. ഇതിൽ അച്ഛനുണ്ട്, അവനതെല്ലാം കാരണക്കാരൻ അറിയാൻ സാധിച്ചു. ഞങ്ങളുമായിട്ട് വലിയ അടുപ്പമാണ്. കുട്ടികളൊക്കെ ഇപ്പാടേ മോളെ ഇവിടെ വന്നത്. ഇപ്പോൾ ഇത്രയും ദിവസമല്ലേ ആവുള്ളൂ. അത് കെട്ടിച്ച് തൊടുപുഴയല്ലായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴല്ലേ ഇവിടെ വരുന്നത്. ഞങ്ങൾക്ക് അത്ര പരിചയമില്ല. പിന്നെ ഞങ്ങൾക്ക് പരിചയമുണ്ടെന്ന് പറഞ്ഞത് കൊറോണ സമയത്ത് അയാളെ ഇവിടെ കൊണ്ടിരുത്തിയായിരുന്നു. അങ്ങനെ അല്ലാതെ ഞങ്ങളുമായിട്ട് ഒരു സഹകരണമില്ല. ഞാൻ പാവപ്പാടെ ഇപ്പോൾ ഇതിനകത്താണ് ഈ ഫോട്ടോ കാണുമായിരുന്നു, ഈ വാർത്തക്കകത്തൊക്കെ കാണാം. അങ്ങനെ ആരാ മോളോ അയാളെല്ലാം ഇതിനെ ഉപദ്രവിക്കുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല, നമ്മളൊന്നും കണ്ടിട്ടില്ല. ഇതിൽ അച്ഛനുണ്ട്, അവനതെല്ലാം കാരണക്കാരൻ അറിയാൻ സാധിച്ചു. പോരായി കൊച്ചവിടെ നിന്ന് നല്ല സഹിച്ച് നിന്ന് നിൽക്കുമായിരുന്നു. പിന്നെ അവൾ സഹിയിട്ട് അങ്ങനെ നാട്ടുകാർ വിളിച്ചു പറഞ്ഞാൽ അവർ പോയി കാറും കൊണ്ടുപോയി കൊണ്ടുവന്നത്. അങ്ങനത്തെ സംഭവമായിരുന്നു. ഇവിടുത്തെ അതൊന്നും നമുക്കറിയാം. ഇങ്ങനെ അതന്നെ അച്ഛന് ഇങ്ങനെ ഈ കൊച്ചിനെ ഉപദ്രവിച്ച് കാരിത്താസി പണിക്ക് പോയിട്ട് പണി കൊടുക്കരുതെന്ന് വിളിച്ചു പറഞ്ഞ് ചെല്ലുന്നിടത്തൊക്കെ ഒരേ വാതിൽ മുട്ടിക്കുമായിരുന്നു. അങ്ങനത്തെ കാര്യം. അപ്പം രണ്ട് കുഞ്ഞുങ്ങളെയായിട്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ചിന്തയായിപ്പോയി. അതേ ഈ മരണത്തിലേക്ക് കടന്നു പോയത്. പിന്നെ എല്ലാവർക്കും വേദനയില്ലേ. കുട്ടികൾ രണ്ട് പൊടി കുഞ്ഞുങ്ങൾ അത് ഇതാണ്ട് ഇന്നലെ നമ്മളിവിടെ കണ്ടായിരുന്നു, വീഡിയോയ്ക്കകത്ത് രാത്രി വലിച്ചുകൊണ്ട് പോയതായിരുന്നു. കുഞ്ഞു പോയില്ല. നമ്മളെ ഹൃദയം പൊട്ടുമോ കാണുമ്പോഴത്തേക്ക്. അല്ല മോളെ, അപ്പൊ എല്ലായിടത്തും അവിടെ ജോലി പ്രശ്നത്തിന് എന്നിടത്തെല്ലാം വാതിലെ അടച്ചില്ലേ. ഇപ്പം നമ്മൾ തന്നെ ഒരു തൊഴിൽ കൊണ്ടിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരുപാട് സ്ഥലത്ത് ചെല്ലുമ്പോൾ എന്തെങ്കിലും പ്രശ്നമായാൽ നമുക്ക് തന്നെ മാനസികമായ വലിയ ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞ പോലെ അവിടെ സമനില തെറ്റിപ്പോയി. ഇനി ഞാൻ എന്നാ ചെയ്യുമെന്നുള്ള ഇതായിപ്പോയി. ഇവിടെ അതുങ്ങൾ ഒന്നുമില്ലായിരുന്നു. ഇപ്പോൾ പിള്ളേരൊക്കെ വെളിയിലൊക്കെ പോയല്ല, അവർ വല്ല അയച്ചാൽ ഇതുങ്ങൾ കഴിയും. അല്ലാതെ അവർക്ക് വലിയ സാമ്പത്തികമൊന്നുമില്ല. ആ കാണുന്ന വീടും അതുമൊക്കെ ഉണ്ട്. നേരത്തെയൊക്കെ ഉണ്ടായിരുന്നല്ലേ ഇതുങ്ങളെ. ഈ കൊച്ചിന് തന്നെ BSc നേഴ്സില്ലേ പഠിപ്പിച്ചവളെ, അതിനെ പഠിപ്പിച്ച് അവിടെ കൊണ്ടുവന്നിട്ട് അവർ ജോലിക്കാർ, അവർ വലിയ സൗകര്യമൊക്കെ ഉള്ളവരാന്ന് പറയുന്നത്. അവിടെ പറമ്പിലെ വലിയൊരു വേലക്കാരിയായിരുന്ന അവിടുത്തെ നാട്ടുകാർ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനാണെങ്കിൽ അതിനെ കുറിച്ചിട്ടൊരു നമ്മൾ കാണുമ്പോൾ തന്നെ അങ്ങനത്തെ ഒരു പേടിയോ അല്ലെങ്കിൽ കുറ്റബോധം ഒന്നും തന്നെ ഇല്ല. അതന്നെ ഞാനിത് ചെയ്ത ഇവിടെ വന്നപ്പോൾ ആളുകളെ മുമ്പ് വെച്ച് അഭിനയിക്കുമായിരുന്നു, കരഞ്ഞ് കാണിക്കുമായിരുന്നു എനിക്ക് വേദനയുണ്ടെന്നുള്ളത്. അത് ചുമ്മാ ആളുകളൊക്കെ കൂടെ തിന്നട കൊല്ലട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വെള്ളമായിരുന്നു ആ ഇത് കൊണ്ടുവന്നപ്പോഴേ. അങ്ങനെ പിന്നെ ഒരു മോനുള്ള അവനെ കൊണ്ട് പോയി കേസ് പഠിപ്പിച്ചെന്നൊക്കെ പറയുന്നത് കേട്ടു.